Hello everyone, welcome back to another video of Tech on Malayalam. നിങ്ങൾക്ക് എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ടും അതേപോലെ തന്നെ സ്റ്റോക്ക് ട്രേഡിങ്ങിനെ പറ്റിയൊക്കെ അറിയായിരിക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതും മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് ട്രേഡിങ്ങും കൂടി ഇൻക്ലൂഡ് ആയിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേരാണ് Groww App. നിങ്ങൾക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് Groww App എന്ന് പറയുന്നത്. കാരണം വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. നമുക്ക് ഈ Groww App എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അതൊരു അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം പേപ്പർലെസ് ആയിട്ടുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഫോമോ കാര്യങ്ങളോ ഒന്നും ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കേണ്ടതായിട്ടില്ല. എല്ലാം വിത്തിൻ ഫ്യൂ സ്റ്റെപ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഇതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം ഈസിയാണ്, സെക്യൂർ ആണ്, അതേപോലെ തന്നെ ഫാസ്റ്റുമാണ്. ഇനി നമുക്ക് Groww Appൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നോക്കാം. നമുക്ക് ഇതിനകത്ത് ഡയറക്റ്റ് മ്യൂച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നടത്താനായിട്ട് പറ്റും. അതും രണ്ട് രീതിയിലാണ് നമുക്ക് ഇതിനകത്തോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം SIP എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് ലംസം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പം SIP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വലിയ എമൗണ്ട് ഒരുമിച്ച് എടുക്കാനില്ലെങ്കിൽ നമുക്ക് മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ വീക്ക്ലി ബേസിസിലോ നമുക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണ് SIP എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഒരു വലിയ എമൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ലംസം എന്ന് പറയുന്ന മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 0 ബ്രോക്കറേജ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള എക്സ്ട്രാ ചാർജസോ അല്ലെങ്കിൽ നമുക്ക് ഹിഡൻ ചാർജസോ നമുക്ക് ഈ ഒരു ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ വരുന്നതല്ല. ഇപ്പോൾ നമ്മൾ റെഗുലർ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സ്വിച്ച് ചെയ്ത് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എക്സ്ട്രാ റിട്ടേൺസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. Groww App വെച്ച് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഷെയർസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അത് BSEയിൽ നിന്നും അതേപോലെ തന്നെ NSEയിൽ നിന്നുമാണ് നമുക്ക് സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ബ്രോക്കറേജ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ചെറിയൊരു തുകയായിരിക്കും. ഇനി Groww Appൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ Groww Appൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ബേസിക് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ KYCയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ബേസിക് ഇൻഫർമേഷനും പ്രൊവൈഡ് ചെയ്യണം. പിന്നീട് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടക്കേണ്ട ബാങ്കിനെ നമുക്കൊന്ന് നമ്മുടെ ഈ ഒരു അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ Groww Appൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും രണ്ടാമതായിട്ട് വരുന്നത് സ്റ്റോക്ക് അക്കൗണ്ടാണ് വരുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അക്കൗണ്ട് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുക. അതല്ല ഇപ്പോൾ നമ്മൾ ഡെയിലി ബേസിസിൽ സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് എടുക്കുക. ആദ്യം തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്കിവിടെ ഒരു ട്രാൻസാക്ഷനോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ട്രാൻസാക്ഷൻ ചാർജസോ അതേപോലെ തന്നെ ഹിഡൻ ചാർജസോ ഇല്ല. ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ടോട്ടലി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ചാർജാണ്. അതായത് ഹിഡൻ ചാർജസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിൽ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് നമുക്ക് ഒരു 1% അപ് ടു 1% പ്ലസ് റിട്ടേൺസ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം നമുക്ക് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 രൂപയാണ്. അപ്പോൾ ആ ഒരു 500 രൂപയൊക്കെ ഇട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ അതിനെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്ത് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ വർക്കിംഗ് എന്നൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ വലിയ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക. ഞാൻ നേരത്തെ തന്നെ പറയുകയുണ്ടായിരുന്നു, നമ്മുടെ റെഗുലർ ഫണ്ടിനെ ഡയറക്റ്റ് ഫണ്ടിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എക്സ്ട്രാ ഏണിങ്സ് ആയിട്ട് റിട്ടേൺസ് നമുക്ക് കിട്ടുന്ന കാര്യം. അങ്ങനെ നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു തരത്തിലുള്ള ഫീസോ കാര്യങ്ങളോ നമ്മുടെ ഈ ഒരു Groww App ഒരിക്കലും നമ്മുടെ ഇന്ന് ഈടാക്കുന്നില്ല. നിങ്ങൾ ഓൾറെഡി ഒരു എക്സ്റ്റേണൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി ട്രാക്ക് ചെയ്യാനും അതേപോലെ തന്നെ അതിനെ അനലൈസ് ചെയ്യാനുള്ള ഫീച്ചർ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നിങ്ങൾ മറ്റൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചോളൂ. ഇപ്പോൾ ആ ഒരു അതിനെ നമുക്ക് നേരെ Groww Appലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു ഫീച്ചറും നമ്മുടെ ഈ ഒരു Groww App പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളൊരു സപ്പോസ് ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIP ആണ്. അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നമുക്ക് മന്ത്ലി ഒരു 5000 രൂപ വെച്ച് നമ്മളിപ്പോൾ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ടൈം കഴിയുമ്പോഴത്തേന് നല്ലൊരു എമൗണ്ടായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ അതിന് പകരം നമ്മളൊരു ബാങ്കിലൊക്കെ ഇടുകയാണെങ്കിൽ അത്രയും വലിയ ഒരു ഇൻട്രസ്റ്റ് റേറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടുകയില്ല. ഇനി അടുത്തായിട്ട് വരുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കമ്പനികളുടെയും ഷെയറുകൾ പർച്ചേസ് ചെയ്യാനും അതുപോലെ തന്നെ സെല് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഇന്ത്യയിൽ 2 സ്റ്റോക്ക് മാർക്കറ്റുകളാണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NSEയും രണ്ടാമതായിട്ടുള്ളത് BSE ആണ്. NSE എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും BSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ആണുള്ളത്. NSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 50
കമ്പനീസിനെ ആണ് നമ്മൾ നിഫ്റ്റി 50 എന്ന് പറയുന്നതും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ടോപ്പ് 30 കമ്പനീസിനെ സെൻസെക്സിലാണ് നമ്മൾ ഇൻഡെക്സ് ചെയ്തിരിക്കുന്നത്. സ്റ്റോക്ക് അക്കൗണ്ടിൽ വരുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. കാരണം ആ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ ഒരു ബിഗിനർ വരുമ്പോൾ തന്നെ നമ്മളെ ആ ഒരു സ്റ്റോക്ക് അക്കൗണ്ടിൽ കയറി ഒരു സ്റ്റോക്കിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രാഫോ കാര്യങ്ങളോ ഒക്കെ നോക്കുമ്പോൾ തന്നെ പെട്ടെന്നൊരു ഐഡിയ കിട്ടും നമ്മുടെ ആ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ്, കറണ്ട് സിറ്റുവേഷൻ എന്താണ്, അങ്ങനെയുള്ള നിരവധി ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ യൂസർ ഇൻ്റർഫേസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം വളരെയധികം സിമ്പിളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേപ്പർലെസ് ഒരു പരിപാടിയാണ്, പേപ്പർലെസ് പ്രോസസ്സിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ഫോമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ സൈൻ ചെയ്ത് അയക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇക്വിറ്റി ഡെലിവറിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ വരുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ ടോട്ടലി ഫ്രീ ആണ്. അതേപോലെ തന്നെ നമ്മളൊരു ഷെയർ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് DP ചാർജസ് എന്ന് പറയുന്നതും ഒന്നും തന്നെ ഇല്ല. പിന്നീട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രോക്കറേജ് ചാർജാണ്. ബ്രോക്കറേജ് ചാർജും വളരെയധികം ചെറിയൊരു എമൗണ്ടാണ് വരുന്നത്. പിന്നീട് നമുക്ക് ഇതിനകത്ത് വരുന്ന ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഗെയിനേഴ്സ്, അതായത് ടോപ്പ് പെർഫോം ചെയ്യുന്ന ഡെയിലി ബേസിസിലുള്ള കമ്പനീസിൻ്റെ ഒരു ലിസ്റ്റും അതേപോലെ തന്നെ വളരെയധികം മോശമായിട്ട് പെർഫോം ചെയ്ത കമ്പനീസിൻ്റെ ലിസ്റ്റും പിന്നീട് ക്യാപിറ്റലൈസേഷൻ നടത്തിയ കമ്പനീസിൻ്റെ ലിസ്റ്റും നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയർ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരേ കാറ്റഗറിയിൽ വരുന്ന 2 കമ്പനീസിൻ്റെ ഷെയർ എടുത്തതിന് ശേഷം നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നതിൽ മെഡിക്കൽ ഫീൽഡിൽ വരുന്ന 2 കമ്പനികളെ എടുത്തതിന് ശേഷം അതിൻ്റെ 2 സ്റ്റോക്കുകൾ കമ്പയർ ചെയ്തതിന് ശേഷം അതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പിയർ കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കമ്പയർ ചെയ്തതിന് ശേഷം നല്ല സ്റ്റോക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ഒരു ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് വരുന്നതാണ് കംപ്ലീറ്റ് സ്റ്റോക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മേടിക്കാൻ പോവുകയാണ്, അതായത് നമ്മളൊരു സ്റ്റോക്ക് ഒരു ലോങ് ടൈമിലേക്ക് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഒരു കമ്പനിയുടെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ കമ്പനിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നൊക്കെ നമ്മൾ പരിശോധിക്കുകയുണ്ടാവും. അപ്പം അതിനുവേണ്ടി നമ്മൾ പരിശോധിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്നുള്ള ഒരു പരിപാടിയാണ്. അതേപോലെ തന്നെ ഷോർട്ട് ടൈം ആണെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റൽ അനാലിസിസിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കമ്പനിയുടെ ഒരു P&L എടുക്കുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എടുക്കുക. അപ്പോൾ അതൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ ആ ഒരു കമ്പനി നല്ലതാണോ, ആ ഒരു കമ്പനി പ്രോഫിറ്റിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഗ്രോ ആപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെയധികം എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. കാരണം മറ്റുള്ള ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ P&L അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റോ കാര്യങ്ങളോ ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മളതൊക്കെ തേർഡ് പാർട്ടി വെബ്സൈറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി നമ്മൾ ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഗ്രോ ആപ്പിൽ ഈ വക കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഷെയറിനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഗ്രോ ആപ്പിൻ്റെ കുറച്ച് കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളൊരു ഷെയറിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ലൈവ് ഫ്ലക്ച്വേഷൻ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വിറ്റി ഷെയറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. അതേപോലെ നമ്മുടെ ഈ ഗ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ രജിസ്റ്റേർഡ് ആണ്. അതും സെബി അതേപോലെ തന്നെ AMFI കൂടാതെ നമ്മുടെ AMCസുമായിട്ട് എല്ലാം രജിസ്റ്റേർഡ് ആണ്. അതേപോലെ തന്നെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാ മേജർ ബാങ്കുകളും നമ്മുടെ പേപ്പർലെസ് ആയിട്ടുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ എമൗണ്ട് ഇല്ലാത്തവർക്ക് അത് വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ചെറിയതായിട്ടുള്ള നമ്മുടെ സേവിങ്സൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ എല്ലാ മേജർ ബാങ്കുകളും ഈ ഒരു ഓപ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ലംസമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ നെറ്റ് ബാങ്കിങ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ട്രാൻസാക്ഷൻ നടക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ത്രൂ ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആദ്യമായിട്ട് നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ കാണും, എങ്ങനെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഏത് കമ്പനിയാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്പണായി വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഗ്രോ ആപ്പ് നമുക്ക് കുറച്ച് റെക്കമെൻഡഡ് ആയിട്ടുള്ള ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും കുറേ എക്സ്പേർട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുകൂടാതെ മ്യൂച്വൽ ഫണ്ടിൻ്റെ SIP കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്ര പീരീഡിലേക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര റിട്ടേൺ നമുക്ക് കിട്ടും എന്നൊക്കെ നമ്മുടെ ഈ ഒരു SIP കാൽക്കുലേറ്റർ വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തായിട്ട് നമ്മുടെ ഈ ഗ്രോ ആപ്പിൽ വരുന്ന ചാർട്ടിനെ പറ്റിയൊക്കെയാണ് പറയാനുള്ളത്. അതായത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചാർട്ടും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഗ്രോ ആപ്പിൽ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനീസിനെ പറ്റിയുള്ള ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷനും അതേപോലെ തന്നെ ആ കമ്പനീസിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് നമ്മുടെ
ഫിനാൻഷ്യൽ ന്യൂസസും അതേപോലെ ഇൻസൈറ്റ്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് നോക്കാനുള്ളത് ഗ്രോ ആപ്പിൻ്റെ പേയ്മെൻറ്റ് സെക്യൂരിറ്റിയെ പറ്റിയാണ്. ഗ്രോ ആപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന പേയ്മെൻറ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 128 ബിറ്റിൻ്റെ SSL എൻക്രിപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് എല്ലാ ബാങ്കിലും യൂസ് ചെയ്യുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സേഫാണ്. നിങ്ങൾ എങ്ങനെയൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്താലും ആ ഒരു സേഫ്റ്റിക്കോ ഒരു തരത്തിലുള്ള ഇഷ്യൂവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മൾ ഇത്രയും നേരം ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ സ്റ്റോക്ക് പർച്ചേസിങ്ങിനെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഫറൽ ലേണിങ്ങിനെ പറ്റിയാണ്. അതായത് നമുക്ക് ₹1 പോലും മുടക്കാതെ നമുക്ക് ഈ ഒരു ഗ്രോ ആപ്പിലൂടെ നമുക്ക് പൈസ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഗ്രോ ആപ്പ് വെച്ച് ഒരു റെഫറൽ ലിങ്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ജനറേറ്റ് ചെയ്ത ലിങ്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം അവർ ആ ഒരു ലിങ്ക് ത്രൂ നമ്മൾ ഈ ഒരു അക്കൗണ്ട്, അതായത് ഗ്രോ ആപ്പിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒരു 2000 രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ 2000 രൂപയ്ക്ക് നമുക്ക് ₹100 കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ കിട്ടുന്ന എമൗണ്ട് ഡയറക്റ്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഗ്രോ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമെന്ന് ഉറപ്പാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.